ദിയ വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ കഴിഞ്ഞ ദിവസമാണെങ്കിൽ മത്തി പച്ചക്കുരുമുളക് ചേർത്ത് വറുത്ത ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരാൾ കമൻ്റ് ഇട്ടിരുന്നു, ആ മത്തി ഒന്ന് ക്ലീൻ ആക്കുന്നത് അവരെ കാണിക്കണമെന്ന്. അപ്പം ഞങ്ങൾ മത്തി വെട്ടുന്നത് ഇങ്ങനെയാണ്, കണ്ടോ. അതിൻ്റെ ചെതുമ്പലെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ അകത്തെ കറുപ്പും അങ്ങനെയുള്ള കുടലും ഒക്കെ ഉണ്ട്. അതിനെയാണെങ്കിൽ നമ്മൾ കത്തിയുടെ ചുണ്ട് കൊണ്ട് തന്നെ, നമുക്ക് കത്തിയും കൊണ്ട് വയ്യായെങ്കിൽ കത്രികയുണ്ടെങ്കിൽ കത്രിക കൊണ്ടും വെട്ടാം. കണ്ടോ, ഇങ്ങനെ മീനെ വെട്ടിയിട്ട് അതിൻ്റെ അകത്തെ കറുപ്പ് അപ്പുറം വെട്ടി അതിൻ്റെ മുതുകത്തുണ്ട് ഒരു വലിയൊരു മുള്ളുണ്ട്. ആ മുള്ളിനെ കളയണം. അതിൻ്റെ ചെതുമ്പലുകൾ നമ്മൾ കത്തി ഇളക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ തലയുടെ ഭാഗം അങ്ങനെ എടുത്തിട്ട് കണ്ടോ അവിടെ കണ്ടിച്ച് കളയാണ്. കണ്ടോ അതിനകത്തെ അഴുക്ക്. ഇനി അതിന് കറുത്ത ഒരു സൂത്രമുണ്ട്, അതിനെ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ കത്തിയുടെ ചുണ്ടും കൊണ്ട് കണ്ടോ ക്ലീനാക്കി. ഇനി നമ്മൾ തേച്ച് കഴുകുമ്പോൾ അത് വൃത്തിയാകും. കണ്ടോ മത്തി വെട്ടിയിട്ടേക്കുന്ന കണ്ടോ, അതിനകത്ത് പുളിയുണ്ട്. കണ്ടോ ഒരു ചെറിയൊരു കഷ്ണം തോട്ടുപുളിയും പിന്നെ ഉപ്പും കൂടെ ഇട്ട് ഇതിനെ നന്നായിട്ട് ഉരച്ച് തേച്ച് കഴുകുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ വെള്ളം എത്രയും വെളുക്കുമോ ക്ലീൻ ആകുമോ അത്രയും വരെ നമ്മൾ അതിനെ കഴുകും. ഇട്ട് ഉരച്ച് നന്നായിട്ട് ചട്ടിയെ തന്നെ ഇട്ട് ഉരച്ച് കഴുകിയാൽ മതി. എന്നിട്ട് ഈ മീൻ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി തോട്ടുപുളിയൊക്കെ ഇടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അല്പം വിനാഗിരി ഒഴിച്ച് കഴുകി മീൻ എടുക്കാമെങ്കിലും മീനിൻ്റെ ആ ഉളുമ്പിൻ്റെ മണം അങ്ങ് മാറും. മീൻ നല്ലതായിട്ടിരിക്കും. ഇങ്ങനൊരു വീഡിയോ ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. മറ്റേ ഇങ്ങനെ ഉപ്പും പുളിയിട്ട് നന്നായിട്ട് തേക്കുകയാണ്. കല്ലിൽ വെച്ച് തേച്ച് അതിന് ഒരുപാട് അഴുക്കുണ്ടാവുന്നുണ്ട്. നമ്മൾ പുളി ഇടുന്നതിന് പകരം അല്പം വിനാഗിരി ഒഴിച്ചാലും മതി. അപ്പം നമ്മളിങ്ങനെ നന്നായിട്ട് തേക്കുമ്പോൾ അതിൻ്റെ ചെതുമ്പലും അഴുക്കും എല്ലാം അങ്ങ് പോകും. നമ്മൾ ചട്ടിയെ തന്നെ കൊണ്ടാൽ മതി. മത്തിക്കകത്ത് അഴുക്ക് കണ്ടോ. ഇങ്ങനെ ഒന്ന് കഴുകി ഇങ്ങനെ കഴുകുകയാണ്. നമ്മൾ എത്രയും മീൻ ക്ലീനാകുന്നോ അതുവരെ നമ്മൾ കഴുകിക്കൊണ്ടിരിക്കും. ഉണ്ടോ പിന്നെ മീനിന് ഇറങ്ങുവാണ്. ഈ ചെറുതിലൊക്കെ കണ്ടോ നമുക്ക് ഇനി കാണാം. അത് പറ്റിയിരിക്കുന്നത് നമുക്ക് കാണാം. അതിങ്ങനെ കഴിയുമ്പോഴേ അത് വൃത്തിയാകത്തുള്ളൂ. പിന്നെ നമുക്കിനി അഥവാ ഇനി നമ്മളിങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ചെറുമ്പിൽ പിന്നെ നമുക്കുണ്ടെങ്കിൽ നമ്മളതിനെ ഒന്നുകൂടെ പിന്നെ കത്തിയും കൊണ്ടൊന്ന് തൂക്കാണ് ഇത് കൊടുത്താൽ അതങ്ങ് പോകും. മിക്കവാറും വറുത്തെടുമ്പിലെല്ലാം അങ്ങനെ പോകും. അല്ല നമ്മുടെ മീൻ പിന്നെ നമ്മൾ ഒന്നുകൂടെ എല്ലാം ഒന്നെടുത്ത് അതിൽ അഴുക്ക് വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കി അതിനെ നമ്മൾ ക്ലീനാക്കി കൊണ്ടിരിക്കുകയാണ്. വെള്ളം വെളുക്കുന്നിടം വരെ നമ്മൾ മീനെ കഴുകും. പിന്നെയും നമ്മൾ നോക്കുവാണെങ്കിൽ അതേലെ ഇങ്ങനെ ബ്ലഡിൻ്റെ മയം കാണും. നമ്മളതിനെ വീണ്ടും കഴുകിയാണ് എടുക്കുന്നത്. ഇനിയിപ്പം നമ്മളിതിനെല്ലാം വെട്ടി കഴുകിയെടുത്ത് അകത്തോട്ട് കൊണ്ട് നല്ല വൃത്തിയാക്കി കഴുകി വെച്ചാലും നമ്മൾ കറി വെക്കാനായിട്ട് എടുക്കുമ്പോൾ അതിനകത്ത് പിന്നെയും ബ്ലഡ് മയം കാണും. അതിനെ നമ്മൾ വീണ്ടും കഴുകിയിട്ട് എടുക്കാവൂ. നമ്മുടെ മറ്റേ എത്ര കഴുകി എന്നിട്ടും കണ്ട് അതിൻ്റെ നെയ്യും അഴുക്കും ഞങ്ങളിവിടോട്ട് അതിന് ഉളുമ്പെന്നാണ് പറയുന്നത് ഒക്കെ കിടക്കുന്ന കണ്ടില്ല. അലൂമിനിയം പാത്രത്തിലൊക്കെ ഇട്ട് തേച്ചാൽ ഇത്രയും ക്ലീൻ ആകത്തില്ല. നമ്മുടെ മൺചട്ടിയിൽ തന്നെയാണ് മീൻ തേക്കാൻ
വെക്കാൻ എപ്പോഴും സൂപ്പർ. കണ്ടോ, നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ തേച്ചാലും ആ പിന്നെ മീനേന്ന് അഴുക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. കണ്ടോ, നമ്മളിനി അഴുക്കുള്ളത് ഇനി ഇങ്ങനെ ഒന്നുകൂടെ ക്ലീൻ ചെയ്യുകയാണ് കയ്യിലെടുത്ത്. മത്തി ആയതുകൊണ്ട് അതിൻ്റെ ചെതുമ്പിലൊക്കെ നമുക്ക് ഇരുന്നാൽ നമുക്ക് കാണാൻ പറ്റും, നല്ല തിളക്കമാണ്. കത്രിക കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ പിന്നെ മത്തിയൊക്കെ വെട്ടാം. കത്രിക കൊണ്ട് വെട്ടാനും നല്ല സൗകര്യമാണ്. കണ്ടോ, നമ്മുടെ വെള്ളം കണ്ടോ, വെള്ളം ക്ലീനായി. കണ്ടോ, ഇതിനകത്ത് വേണേൽ നമുക്ക് മുഖം വേണേലും കഴുകാം, അത്രയ്ക്ക് ക്ലീനായി മത്തി കഴുകിയ വെള്ളം. കണ്ടോ, ഇനിയിപ്പം നമ്മളിതിനെ കറി വെക്കാനായിട്ടാണ് ഒരുങ്ങുന്നത്. നമ്മൾ ഈ മത്തിയെ ഇന്ന് കറി വെക്കാനായിട്ടാണ് തുടങ്ങുന്നത്. നമ്മൾ മുറിച്ച് വെള്ളത്തിലോട്ട് ഇടുവാണ്. ഇത് ചിലർ അങ്ങനെ തന്നെ ഇട്ട് കറി വെക്കും. ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ അതിൽ ഉപ്പ് കരിയും പിടിക്കത്തുള്ളൂ. വലിയ കഷ്ണങ്ങളാക്കിയാൽ എന്തോ ഒരു അഭംഗിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മുറിച്ച് കറി വെക്കുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി. ഒരു മത്തിയെ നമ്മൾ അത്ര വലിയ മത്തിയല്ല, അതുകൊണ്ട് രണ്ടാക്കി കണ്ടിക്കുകയാണ്. തീരെ ചെറിയ മത്തി ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ഇടും. കണ്ടോ, നമ്മൾ ഇന്ന് മത്തി കഴുകിയ വെള്ളമൊക്കെ കണ്ടോ. ആ മത്തി ക്ലീനാക്കുന്നത് കാണിക്കണമെന്ന് പറഞ്ഞ ഫ്രണ്ടിന് വേണ്ടിയാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് അറിയേണ്ട അഭിപ്രായങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു തരുന്നതായിരിക്കും.